നിങ്ങൾക്ക് ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്തോടെ, സ്പേസ് കുറഞ്ഞ സ്ഥലത്തോടെ ഒരു വാഹനം ഓടിക്കാൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല. ക്ലച്ച് ഉള്ളത് കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടിയുടെ വരുമ്പോൾ ക്ലച്ചാണ് ചവിട്ടേണ്ട, സ്പീഡ് കുറയ്ക്കുമ്പോൾ സ്പീഡ് കൂടി പോകുന്നു. അതുപോലെ തന്നെ വണ്ടി ഓഫായി പോകുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. ഇന്ന് ക്ലാസ് നടക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? കോഴിക്കോട് ഗോവിന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. പക്ഷെ ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തൂടെ വാഹനം ഓടിക്കാൻ പേടി. ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ എത്രത്തോളം തിരിക്കണം, സൈഡ് കൊടുക്കാൻ കൃത്യമായിട്ട് അറിയുന്നില്ല. ഇങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കേണ്ട, പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നു. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വിട്ടിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? പലരും ഇപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കണം, എന്റെ ജില്ലയിൽ നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള കുഴികള്, ഹമ്പുകള്, കട്ടറുകള്, ഇങ്ങനെയുള്ള ക്ലച്ചാണോ ചവിട്ടേണ്ടത്, ബ്രേക്കാണോ ചവിട്ടേണ്ടത് പലർക്കും അറിയില്ല. ഒരു കട്ടറുള്ള കുഴികളോ ഉള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്തെങ്കിലും സ്പീഡിൽ പോകാനേ കാണാം. നമ്മൾ ക്ലച്ച് മാത്രം ഉപയോഗിക്കുക. അതായത് നമ്മൾ സെക്കൻഡ് ഗിയറിലായിരിക്കണം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തേർഡ് ഗിയറിൽ പോകാതെ സെക്കൻഡ് ഗിയറിലാണെങ്കിൽ നമുക്ക് നിൽക്കാതെ വരുന്ന സ്പീഡ് വരെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാം. ആ സ്ലോയിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പരപ്പാം. അപ്പൊ നമുക്ക് കുഴികൾ, കമ്പുകളൊന്നും ചാടാതെ എന്ത് ചെയ്യാം, ജെർക്ക് കൂടാതെ ഇതുപോലെ നമുക്ക് സ്ലോയിൽ എടുക്കാം. നിൽക്കുന്ന ഒരു വണ്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇടാവും. ചെറുതായിട്ടൊരു ജീവനുണ്ടോ നമുക്ക് സെക്കൻഡിൽ തന്നെ ആയതുകൊണ്ട് ഈ സെക്കൻഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ടറുകളും കുഴികളും ചാടാതെ തന്നെ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ ഇതുപോലെ എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാം. അപ്പൊ വണ്ടി നീങ്ങാത്തതിനനുസരിച്ച് ക്ലച്ച് പതിയെ കാലെടുക്കുക. നീങ്ങുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നതനുസരിച്ച് വീണ്ടും ക്ലച്ച് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിയ ജെർക്കിങ് ഇല്ലാതെ നമുക്ക് കുഴികളും കട്ടറുകളും ഒക്കെ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്.